ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPT 2026 വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. സോ ഇവിടെ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. സോ നമുക്ക് ടോട്ടലി 418 ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ 288 ന്യൂ കോഡ്സ് അഡീഷൻസ് ആണ് വന്നിട്ടുള്ളത്. 46 റിവിഷനും 84 ഡിലീഷനും ആണ്. സോ ടോട്ടലി 11,525 കോഡ്സ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ICD 10CMൽ ഈ ഒരു 2026 അപ്ഡേറ്റോട് കൂടി വന്നിട്ടുള്ളത്. സോ 2024 11163 കോഡുകളാണ് ഇന്നുണ്ടായിരുന്നത്. 25 ആയിപ്പോൾ അത് 11321 ആയി. ഇപ്പോൾ 2026 11525 ആയി. സോ ഇത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള അഡീഷൻ, ഡിലീഷൻ ആൻഡ് റിവിഷൻ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ 2 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്, അഡീഷൻസ് വന്നിട്ടുണ്ട്, ഡിലീഷൻസ് ഇല്ല, 4 റിവിഷൻസും വന്നിട്ടുണ്ട്. സോ റിമോട്ട് ഫിസിയോളജിക് മോണിറ്ററിങ് എന്നുള്ള സെക്ഷനിലാണ് അപ്ഡേഷൻസ് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് റിവിഷൻ വന്നിട്ടുള്ളത് 99453 എന്നുള്ള കോഡിലാണ്. സോ അതിൻ്റെ ഓൾഡ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് റിമോട്ട് മോണിറ്ററിങ് ഓഫ് ഫിസിയോളജിക് പാരാമീറ്റേഴ്സ്, എക്സാമ്പിൾ വെയ്റ്റ്, ബ്ലഡ് പ്രഷർ, പൾസ് ഓക്സിമെട്രി, റെസ്പിറേറ്ററി ഫ്ലോ റേറ്റ്, ഇനീഷ്യൽ സെറ്റപ്പ് ആൻഡ് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഓൺ യൂസ് ഓഫ് എക്യുപ്മെൻറ്റ് എന്നായിരുന്നു. 2026 വന്നിട്ടുള്ളത് സെയിം ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. ഡു നോട്ട് റിപ്പോർട്ട് 99453 ഫോർ ക്യുമുലേറ്റീവ് മോണിറ്ററിങ് ഓഫ് ലെസ് ദാൻ 2 days ഇൻ എ 30-day പീരീഡ് എന്നുള്ളതാണ് ഒരു എക്സ്ട്രാ ഇൻസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. സോ 30 days താഴെ നമുക്ക് ക്യുമുലേറ്റീവ് മോണിറ്ററിങ് ലെസ് ദാൻ 2 days ആണ് ഒരു 30-day പീരീഡിൽ വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു കോഡ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി ന്യൂ കോഡ് വന്നിട്ടുള്ളത് 99445 ആണ്. അത് റിമോട്ട് മോണിറ്ററിങ് ഓഫ് ഫിസിയോളജിക് പാരാമീറ്റേഴ്സ് ഒക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനീഷ്യൽ, അതിൻ്റെ അണ്ടറിൽ ഡിവൈസസ്, സപ്ലൈ വിത്ത് ഡെയിലി റെക്കോർഡിങ്സ് ഓർ പ്രോഗ്രാംഡ് അലേർട്ട്സ് ട്രാൻസ്മിഷൻ 2 to 15 days ഇൻ എ 30-day പീരീഡാണ്. സോ 99453 പറഞ്ഞത് ലെസ് ദാൻ 2 days ഇൻ എ 30-day പീരീഡ് ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇനി 2 to 15 days ഇൻ എ 30-day പീരീഡ് ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് 99445 ആണ്. ഇനി നെക്സ്റ്റ് റിവൈസ്ഡ് കോഡാണ് 99454. അതിൽ ഈ റിമോട്ടിംഗ് മോണിറ്ററിംഗ് ഓഫ് ഫിസിയോളജിക് പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. വെയ്റ്റ്, ബ്ലഡ് പ്രഷർ, പൾസ് ഓക്സിമെട്രി, റെസ്പിറേറ്ററി ഫ്ലോ റേറ്റ്, ഇനീഷ്യൽ തന്നെയാണ്. ഓൾഡ് ഡിസ്ക്രിപ്ഷനിൽ ഡിവൈസ്, സപ്ലൈ വിത്ത് ഡെയിലി റെക്കോർഡിംഗ് ഓർ പ്രോഗ്രാംഡ് അലേർട്ട്സ് ട്രാൻസ്മിഷൻ ഈച്ച് 30 days എന്നായിരുന്നു. അത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 16 to 30 days ഇൻ എ 30-day പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 16 to 30 days ഇൻ എ 30-day പീരീഡ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കോഡ് 99454 ആണ്. അപ്പോൾ 2 days താഴെയാണ് ഈ റിപ്പോർട്ട് ചെയ്യരുത്. ഇനി 2 to 15 days ആണെങ്കിൽ 99445 ഇനി 16 to 30 days ആണെങ്കിൽ 99454 ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം. 99470 ഒരു ന്യൂ കോഡാണ്. ഡിസ്ക്രിപ്ഷൻ വരുന്നത് RPM ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസസ്, ക്ലിനിക്കൽ സ്റ്റാഫ് or physician or other qualified healthcare professional, time in a calendar month requiring one real-time interactive communication with the patient or caregiver during the calendar month. First 10 minutes ആണ്. സോ ഇവിടെ RPM ട്രീറ്റ്മെൻറ്റ്, റിമോട്ട് ഫിസിയോളജിക് മോണിറ്ററിങ് ട്രീറ്റ്മെൻറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ക്ലിനിക്കൽ സ്റ്റാഫ്, ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഒരു കലണ്ടർ മന്തിൽ 1 റിയൽ-ടൈം ഇൻ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യൻറ്റോ അല്ലെങ്കിൽ കെയർ ഗിവറോ ഡ്യൂറിങ് ദി കലണ്ടർ മന്ത് ആണ് പറയുന്നത്. ഫസ്റ്റ് 10 minutesനുള്ള കോഡാണ് 99470. ഇനി നെക്സ്റ്റ് റിവിഷൻ വന്നിട്ടുള്ള കോഡാണ് 99457. ഈ കോഡിൻ്റെ ഓൾഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നത് RPM ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസസ് ഇൻ എ കാലണ്ടർ മന്ത് റിക്വയറിംഗ് ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പേഷ്യൻറ്റ് ഓർ കെയർ ഗിവർ ഡ്യൂറിങ് ദി മന്ത് ഫസ്റ്റ് 20 minutes ആയിരുന്നു. അപ്പോൾ അതിൽ ഇപ്പം ന്യൂ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള
സ്റ്റാഫ്, ഫിസിഷ്യൻ, അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അതൊന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് 20 മിനിറ്റ്സിൻ്റെ ആയിരുന്നു. അത് സെയിം തന്നെയാണ് ഇപ്പോഴും. ഫസ്റ്റ് 20 മിനിറ്റ്സിനുള്ള കോഡാണ് 99457 എന്നുള്ളത്. ഇനി ഒരു ആഡ് ഓൺ കോഡാണ് 99458 എന്നുള്ളത്. അതും റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വന്നത് ഈച്ച് അഡീഷണൽ 20 മിനിറ്റ്സ് തന്നെയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പാരൻറ്റ് കോഡിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു അഡീഷണൽ കോഡ് തന്നെ അവിടെ വന്നിട്ടുണ്ട്. 99470 എന്ന് പറയുന്നത് ഫസ്റ്റ് 10 മിനിറ്റ്സിനാണ്. 99457 എന്ന് പറയുന്നത് ഫസ്റ്റ് 20 മിനിറ്റ്സിനും. ഈച്ച് അഡീഷണൽ 20 മിനിറ്റ്സിന് നമ്മൾ 99458 ആണ് കൊടുക്കേണ്ടത്. അതാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. സോ ഈ ഒരു കൺസെപ്റ്റ് ഷോർട്ടായിട്ട് നമുക്കൊരു ടേബിൾ ഫോമാറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ടൈം സ്പെൻഡ് ഇൻ എ കാലണ്ടർ മന്ത് ഫോർ റിമോട്ട് ഫിസിയോളജിക് മോണിറ്ററിംഗ് ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് സർവീസസ് ആണ്. അതിൽ ടൈം കൊടുത്തിട്ടുണ്ട്. അതായത് 0 to 9 മിനിറ്റ്സ് ആണെങ്കിൽ നോട്ട് റിപ്പോർട്ടഡ് സെപ്പറേറ്റ്ലി. ഇനി 10 to 19 മിനിറ്റ്സ് ആണെങ്കിൽ 99470 into 1, അതായത് ഒരു പ്രാവശ്യം 99470 എന്നുള്ള കോഡ് കൊടുക്കുക. ഇനി 20 to 39 മിനിറ്റ്സ് ആണെങ്കിൽ 99457 ആണ്. ഇനി 40 to 59 മിനിറ്റ്സ് ആണെങ്കിൽ 99457ഉം 99458ഉം കൊടുക്കുക. ഓക്കെ. 60 മിനിറ്റ്സ് മോർ ആണെങ്കിൽ 99457 99458 into 2 or more for each additional 20 minutes. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ടൈം വാലിഡേഷൻ ബി പ്രിസൈസ്. 99470 requires 10 minutes and 99457 requires 20 minutes. അപ്പോൾ 10 മിനിറ്റ്സ് ആയാൽ മാത്രമേ നമുക്ക് 99470 കൊടുക്കാൻ പറ്റുള്ളൂ. 99457 കൊടുക്കണമെങ്കിൽ 20 മിനിറ്റ്സ് ആയിട്ടുണ്ടാവണം. സോ ബിലോ അതാണെങ്കിൽ, അതായത് ഇപ്പം അപ് ടു 19 മിനിറ്റ്സ് ആണെങ്കിൽ നമ്മൾ 99470 കൊടുക്കുക. ബിലോ 9 വരെ ആണെങ്കിൽ, 10ന് താഴെയാണ് 9 മിനിറ്റ്സേ ഉള്ളെങ്കിൽ നമ്മളവിടെ ഒരു കോഡും റിപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. 9 മിനിറ്റ്സ് വരെ നമ്മൾ കോഡൊന്നും കൊടുക്കില്ല. 10 മിനിറ്റ്സ് തൊട്ട് 19 മിനിറ്റ്സ് വരെ 99470. ഇനി 19 മിനിറ്റ്സ് വരെയാണ് അത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി 20 മിനിറ്റ്സ് തൊട്ടാണെങ്കിൽ 99457 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കോഡ് പിക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ സർജറി പോർഷനാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എത്ര ചേഞ്ചസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ടോട്ടൽ 77 ന്യൂ കോഡ്സും 12 റിവിഷനും 24 ഡിലീഷനാണ്. സോ ടോട്ടലി 113 ടോട്ടൽ ചേഞ്ചസ് സർജറി സെക്ഷനിൽ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നോക്കുന്നത് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റമാണ്. ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൽ നമുക്ക് അഡീഷൻ ഒന്നുമില്ല, ഡിലീഷനും ഒന്നുമില്ല. 1 റിവൈസ്ഡ് കോഡാണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ അത് വന്നിട്ടുള്ളത് 10040 എന്നുള്ള കോഡാണ്. അതായത് എക്സ്ട്രാക്ഷൻ ആണ്. അതിൽ ആക്നെ സർജറി എന്നായിരുന്നു, അത് മാറ്റിയിട്ട് എക്സ്ട്രാക്ഷൻ ആക്കി. സോ എക്സാമ്പിൾ മാർസുപ്പിയലൈസേഷൻ, ഓപ്പണിംഗ് ഓർ റിമൂവൽ ഓഫ് മൾട്ടിപ്പിൾ മിലിയ, കംഡോൺസ്, സിസ്റ്റ്, പിസ്റ്റ്യൂൾസൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. This change reflects that the code isn't limited to acne treatment but applies more broadly to the extraction of various small skin lesion. അപ്പോൾ ഇത്ര നാൾ ആക്നെ സർജറി മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വേരിയസ് സ്മോൾ സ്കിൻ ലീഷൻസിൻ്റെ എക്സ്ട്രാക്ഷന് നമുക്ക് ഈ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റം ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 2 ന്യൂ കോഡ്സ് കാണാൻ പറ്റും. 2 ഡിലീഷൻസും 2 റിവിഷൻസും വന്നിട്ടുണ്ട്. സോ റിവിഷൻ വന്നിട്ടുള്ളത് ആർത്രോഡെസിസ് സാക്രോ ഇലിയാക് ജോയിൻ്റ് എന്നുള്ള സെക്ഷനിലാണ്. 27278 എന്നുള്ള കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ആർത്രോഡെസിസ് സാക്രോ ഇലിയാക് ജോയിൻറ്റ് പെർക്യൂട്ടേനിയസ് ഓർ മിനിമലി ഇൻവേസീവ് വിത്ത് ഇമേജ് ഗൈഡൻസ് ഇൻക്ലൂഡ്സ് obtaining bone graft when performed unilateral, placement of intra-articular devices without cortical piercing ആണ്. 27279 വന്നിട്ടുള്ളത് placement of trans-articular devices and or intra-articular devices piercing the lateral or medial cortices of the ilium and lateral
കോർട്ടെക്സ് ഓഫ് ദി സാക്രം. ഇതാണ് കോഡ് ഡിസ്ക്രിപ്ഷൻ. ഇനി 2026 വന്നിട്ടുള്ള കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് റിപ്പോർട്ട് 27278 ആൻഡ് 27279 ഫോർ ദ സെയിം ജോയിൻറ്റ്. സെയിം ജോയിൻറ്റിൽ ഈ രണ്ട് കോഡ് കൂടി ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ് മോഡിഫയർ 50 when the procedure is performed bilateral. Third one, hybrid procedures involving both intra and trans-articular devices are reported with 27279 when any device pierces the cortices. അപ്പം ഹൈബ്രിഡ് പ്രൊസീജിയേഴ്സ് പറയാണ്, അതായത് ഇൻട്രാ ആൻഡ് ട്രാൻസ് ആർട്ടിക്കുലർ ഡിവൈസസിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ അല്ലെങ്കിൽ അത് ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പറയുകയാണെങ്കിൽ 27279 കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇനി ന്യൂ കോഡ്സ് ആണ് നോക്കുന്നത്. 27458 27713 ആണ് ന്യൂ കോഡ്സ് വന്നിട്ടുള്ളത്. 27458 എന്ന് പറയുന്നത് ഫീമർ ഓസ്റ്റിയോട്ടോമി വിത്ത് എക്സ്റ്റേർണലി കൺട്രോൾഡ് ഇൻട്രാമെഡിലറി ലെങ്തനിങ് ഡിവൈസ് ആണ്. 27713 എന്ന് പറയുന്നത് ടിബിയ ഇൻക്ലൂഡിങ് ഫിബുല ഓസ്റ്റിയോട്ടോമി വിത്ത് എക്സ്റ്റേർണലി കൺട്രോൾഡ് ഇൻട്രാമെഡിലറി ലെങ്തനിങ് ഡിവൈസസ് ആണ്. സോ ഒരെണ്ണത്തിൽ ഫീമറാണ്, ഒരെണ്ണം ടിബിയ ഇൻക്ലൂഡിങ് ദ ഫിബുലയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലിംബ് ലെങ്തനിങ് ഇസ് എ സർജിക്കൽ പ്രോസസ് ദാറ്റ് അലൗസ് ഗ്രാജുവൽ ബോൺ ഗ്രോത്ത് ടു കറക്റ്റ് ലെങ്ത് ഡിസ്ക്രിപ്പൻസീസ് ഓർ കൺജനൈറ്റൽ ഡിഫോമിറ്റീസ്. അപ്പം ഈ കൺജനൈറ്റൽ ആയിട്ടുള്ള ജനിക്കുമ്പോഴേ ഉള്ള ഡിഫോമിറ്റീസോ അല്ലെങ്കിൽ ലെങ്ത്തിലെ ഡിഫറൻസോ വരുമ്പോൾ ഈ ലിംബിനെ ലെങ്ത്തിലെ ആ ഡിഫറൻസിനെ കറക്റ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ് ഈ ലിംബ് ലെങ്തനിങ് എന്ന് പറയുന്നത്. സോ അതിലുള്ള രണ്ട് കോഡുകളാണ് വന്നിട്ടുള്ളത്, ഒന്ന് ഫീമറിനുള്ളതും ഒന്ന് ടിബിയയ്ക്കുള്ളതും. ഇനി ഡിലീറ്റഡ് കോഡ് നോക്കുകയാണെങ്കിൽ 27445 27468 ഈ രണ്ട് കോഡുകളാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് ഒരെണ്ണം ആർത്രോപ്ലാസ്റ്റി നീ സെക്ഷനിൽ വരുന്നതും ഒന്ന് ഓസ്റ്റിയോപ്ലാസ്റ്റി ഫീമർ കമ്പൈൻഡ് എന്ന് പറയുന്ന ഒരു കോഡുമാണ്. നെക്സ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് 0 അഡീഷൻസ് 0 ഡിലീഷൻ ആൻഡ് നോ റിവിഷൻസ് ആണ്. ഒരു ചേഞ്ചസും വന്നിട്ടില്ല. നെക്സ്റ്റ് കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് 48 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. 20 കോഡ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 4 കോഡ്സ് റിവൈസും ചെയ്തിട്ടുണ്ട്. സോ എൻഡോവാസ്കുലർ റിപ്പയർ ഓഫ് ദി തൊറാസിക് അയോട്ട TEVAR ഈ ഒരു സെക്ഷനിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് 2026 CPT കോഡ് സെറ്റ് ഇൻട്രൊഡ്യൂസസ് മേജർ റിവിഷൻ ടു തൊറാസിക് എൻഡോവാസ്കുലർ അയോട്ടിക് റിപ്പയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കോഡിംഗ് വിത്തിൻ ദ സർജറി കാർഡിയോവാസ്കുലർ സിസ്റ്റം സെക്ഷൻ ദീസ് അപ്ഡേറ്റ്സ് മോഡേണൈസ് ഹൗ പ്രൊസീജിയേഴ്സ് ആർ റിപ്പോർട്ടഡ് ബൈ ഷിഫ്റ്റിംഗ് ഫോക്കസ് ഫ്രം ജനറൽ പ്രൊസീജിയറൽ ഇൻറ്റൻറ്റ് ടു അനാട്ടമി ബേസ്ഡ് കോഡ് സെക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിൻ ചേഞ്ച് വന്നിട്ടുള്ളത് ഈ ഒരു സെക്ഷനിലാണ്, തൊറാസിക് എൻഡോവാസ്കുലർ അയോട്ടിക് റിപ്പയറിലാണ്. സോ അതിൽ ന്യൂ കോഡ്സ് 2 ന്യൂ കോഡ്സ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്. അതുപോലെ തന്നെ 7 എക്സിസ്റ്റിംഗ് കോഡ്സ് വിൽ ബി ഡിലീറ്റഡ് എന്ന് പറയുന്നുണ്ട്. അതിൽ റേഡിയോളജി സെക്ഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. ഇനി റിവൈസ്ഡ് കോഡ്സിൽ 4 എക്സിസ്റ്റിംഗ് കോഡ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗൈഡ് ലൈൻ അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 4 TEVAR with thoracic branch endograft procedure will have a new header and revised guideline എന്ന് പറയുന്നു. സോ ടോട്ടലി ഇതാണ് ഇവിടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. സോ എൻഡോവാസ്കുലർ റിപ്പയർ ഓഫ് ദി തൊറാസിക് അയോട്ടയിലെ റിവിഷൻസ് ആണ് ആദ്യം നോക്കുന്നത്. 4 റിവിഷൻസ് ഉണ്ട്. 33 880 881 883 886 ആണ് കോഡുകൾ വന്നിട്ടുള്ളത്. സോ 880 തൊറാസിക് എൻജോഗ്രാഫ്റ്റ് ഇൻക്ലൂഡിങ് ഓൾ ഡിസ്റ്റൽ എക്സ്റ്റൻഷൻസ് ഗ്രാഫ്റ്റ് ആണ് പറയുന്നത്. ഇനി അതിൽ പറയുന്നത് ഇൻക്ലൂഡ്സ് കവറേജ് ഓഫ് ദി ലെഫ്റ്റ് സബ്ക്ലാവിയൻ ആർട്ടറി ആണ്. ഇനി 33881 തൊറാസിക് എൻഡോഗ്രാഫ്റ്റ് ഇൻക്ലൂഡിങ് ഓൾ ഡിസ്റ്റൽ എക്സ്റ്റൻഷൻ ഗ്രാഫ്റ്റ്സ് നോട്ട് കവറിങ് ലെഫ്റ്റ് സബ്ക്ലാവിയൻ ആർട്ടറി ആണ്. ഇനി 33883 ഡിലേഡ് പ്ലേസ്മെൻറ്റ് ഓഫ് പ്രോക്സിമൽ എക്സ്റ്റൻഷൻ പ്രോസ്തസിസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 886 ഡിസ്റ്റൽ എക്സ്റ്റൻഷൻ പ്രോസ്തസിസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അതിലൊരു നോട്ട് വന്നിട്ടുണ്ട്. 33880 ആൻഡ് 881 ഇൻക്ലൂഡ്സ് ഓൾ പ്രോക്സിമൽ ഓർ ഡിസ്റ്റൽ എക്സ്റ്റൻഷൻസ് ആൻഡ് അനാട്ടമിക് കോഡ് ഡിഫറൻസിയേഷൻ. ഇനി 883 റീപ്ലേസസ് ഡിലീറ്റഡ് കോഡ്സ് 884 889 ആൻഡ് 891. അപ്പോൾ കുറച്ച് കോഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് 33883 എന്ന് പറയുന്നത്. റിപ്പോർട്ട് വൺസ് പെർ സെഷൻ റിഗാർഡ്ലെസ് ഓഫ് നമ്പർ ഓഫ് മൊഡ്യൂൾസ്. എത്ര മൊഡ്യൂൾസ് ഉണ്ടെങ്കിലും
ഒരു സെഷനിൽ ഒരു പ്രാവശ്യമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് നോട്ട്സും ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം റീഡ് ചെയ്യുക, എങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. സോ അത്രയാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, thoracic branched endograftൽ 33882 എന്നുള്ള ഒരു ന്യൂ കോഡ് വന്നിട്ടുണ്ട്. എൻഡോവാസ്കുലർ റിപ്പയർ ഓഫ് ദി thoracic aorta യൂസിങ് എ ബ്രാഞ്ച്ഡ് ഓർ ഫെനസ്ട്രേറ്റഡ് മൾട്ടിപീസ് എൻഡോഗ്രാഫ് സിസ്റ്റം ഇൻവോൾവിംഗ് an aortic tube device with a fenestration for the left subclavian artery എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് വന്നിട്ടുണ്ട്. അവിടെ ഇൻസ്ട്രക്ഷൻ പറയുന്നത് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് എ മൾട്ടിപീസ് സിസ്റ്റം വിത്ത് എ ഫെനസ്ട്രേഷൻ ഫോർ ദ ലെഫ്റ്റ് സബ്ക്ലാവിയൻ ആർട്ടറി. Second point, selective catheter placement into the left subclavian artery. Third one, all proximal extensions to the level of the left common carotid artery. And last one, all distal extensions to the level of the celiac artery. അപ്പം അത് ആ ഒരു കോഡ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു ന്യൂ കോഡ് വന്നിട്ടുള്ളത് 35602 ഓപ്പൺ കരോട്ടിഡ് ബൈപ്പാസ് ഗ്രാഫ്റ്റ് ആണ്, അതർ ദാൻ വെയിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്ലേസ്മെൻറ്റ് പ്രയർ ടു TEVAR ഓർ TBA ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രയറായിട്ട് ഇത് പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. പിന്നെ അത് കരോട്ടിഡ് ബൈപ്പാസ് ഗ്രാഫ്റ്റ് ആണ്, വെയിൻ അല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിലീഷൻ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ thoracic aortic എൻഡോഗ്രാഫ്റ്റ് കോഡുകളിൽ 33884, 889, 891 3 കോഡ്സ് ഡിലീറ്റ് ചെയ്തു. അതിന് പകരമായിട്ട് 33883 എന്നുള്ള ഒരു കോഡ് കൂടി റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് thoracic aortic എൻഡോഗ്രാഫ്റ്റ് കോഡ്സിലെ ഡിലീഷൻസ് ഫ്രം റേഡിയോളജി ചാപ്റ്റേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ റേഡിയോളജി ചാപ്റ്ററിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ലോവർ എക്സ്ട്രിമിറ്റി റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയേഴ്സിൽ നമുക്ക് 46 ന്യൂ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ റിഫ്ലക്റ്റിംഗ് ടുഡേയ്സ് അഡ്വാൻസ്ഡ് വാസ്കുലർ ടെക്നോളജീസ് ആൻഡ് ഹൈബ്രിഡ് ട്രീറ്റ്മെൻറ്റ് എൻവയൺമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാസ്കുലർ ടെക്നോളജീസും അതുപോലെ ഹൈബ്രിഡ് ട്രീറ്റ്മെൻറ്റ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 46 ന്യൂ കോഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ 46 ന്യൂ കോഡ് സെറ്റ് 37254 to 37299, 16 ഔട്ട്ഡേറ്റഡ് കോഡ്സ്, അതായത് 37220 തൊട്ട് 37235 വരെയുള്ള ആ ഒരു റേഞ്ചിലുള്ള കോഡുകളെല്ലാം റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു ബെറ്റർ ക്യാപ്ചർ പ്രൊസീജിയറൽ കോംപ്ലെക്സിറ്റി, വെസൽ സ്പെസിഫിക് അനാട്ടമി ആൻഡ് മോഡേൺ ഡിവൈസ് യൂസ്. നെക്സ്റ്റ് പോയിന്റ്, ദിസ് ചേഞ്ചസ് ഇംപ്രൂവ് കോഡിംഗ് ക്ലാരിറ്റി ആൻഡ് സപ്പോർട്ട് ആക്യുറേറ്റ് റീഇംബേഴ്സ്മെൻറ്റ് ഫോർ ഇൻ്റർവെൻഷൻസ് എയിംഡ് അറ്റ് റീസ്റ്റോറിങ് ബ്ലഡ് ഫ്ലോ ടു ദി ലോവർ എക്സ്ട്രിമിറ്റി. അപ്പോൾ കുറച്ച് 16 കോഡുകൾ ഡിലീഷൻ വന്നു. അപ്പോൾ അതിന് പകരമായിട്ട് 46 ന്യൂ കോഡ് സെറ്റ് തന്നെ വന്നിട്ടുണ്ട്. ആ റേഞ്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ 2025 റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഡിലീഷൻസ് പറഞ്ഞിട്ട് അതിൽ ന്യൂ കോഡ്സും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇലിയാക് ടെറിട്ടറിന്ന് 4 കോഡ് ഡിലീറ്റ് ചെയ്തു, 9 കോഡ് വന്നു. ഫെമോറൽ ആൻഡ് പോപ്ലിറ്റിയലിൽ 4 ഡിലീഷൻസും 17 ന്യൂ കോഡ്സും വന്നിട്ടുണ്ട്. ഇനി ടിബിയൽ ആൻഡ് പെരോണിയൽ ഏരിയയിൽ 4 ഡിലീഷൻസും 16 അഡീഷൻസും വന്നിട്ടുണ്ട്. ഇൻഫ്രാമാലിയോളാറിൽ 4 ഡിലീഷൻസും 4 ന്യൂ കോഡ്സും ആണ് വന്നിട്ടുള്ളത്. സോ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ 4 വാസ്കുലർ ടെറിട്ടറീസിലും നമുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇലിയാക്കിൽ കോമൺ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഇലിയാക് ആർട്ടറീസിൽ വന്നിട്ടുണ്ട്. ഫെമോറൽ ആൻഡ് പോപ്ലിറ്റിയലിൽ നോക്കുകയാണെങ്കിൽ കോമൺ ഫെമോറൽ, പ്രൊഫെൻഡ ഫെമോറിസ്, സൂപ്പർഫിഷ്യൽ ഫെമോറൽ, പോപ്ലിറ്റിയൽ ആർട്ടറീസ്. ടിബിയൽ ആൻഡ് പെരോണിയൽ നോക്കുകയാണെങ്കിൽ ആൻറ്റീരിയർ ടിബിയൽ, പോസ്റ്റീരിയർ ടിബിയൽ, പെരോണിയൽ ആർട്ടറി. ഇൻഫ്രാമാലിയോളാറിൽ ഡോസാലിസ് പെഡിസ് ആൻഡ് പ്ലാന്റർ ആർട്ടറീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈച്ച് ടെറിട്ടറി ഹാസ് ഫസ്റ്റ് വൺ പ്രൈമറി കോഡ് ഫോർ ദ ഇനീഷ്യൽ ട്രീറ്റഡ് വെസൽ, second one add-on codes for additional distinct vessel, third one distinction between straightforward and complex lesions, next one inclusion of intravascular lithotripsy as new add-on option. So primary code ഉണ്ടാവും, add-on code ഉണ്ടാവും, പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് കോംപ്ലെക്സ്, അതായത് സ്റ്റെനോസിസ് ആണോ ഒക്ലൂഷൻ ആണോ ലീഷൻ എന്നൊക്കെ നോക്കിയിട്ടുള്ള ഡിഫറൻസ് ഉള്ള കോഡുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സിയുടെ ഒരു ന്യൂ ആഡ്-ഓൺ ഓപ്ഷൻ കൂടി ഓരോ സെക്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഇത്രയും കോഡിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. നെക്സ്റ്റ് ലോവർ എക്സ്ട്രിമിറ്റി ആർട്ടീരിയൽ റീവാസ്കുലറൈസേഷൻ്റെ ഒരു ഓവർവ്യൂ ആണ്. ഫസ്റ്റ് വൺ, കോഡ്സ് ആർ ആപ്ലിക്കബിൾ ടു ബോത്ത് ഓപ്പൺ ഓർ പെർക്യൂട്ടേനിയസ് അപ്രോച്ച്. 4 ടെറിട്ടറീസ് ഇലിയാക്, ഫെമോറോപോപ്ലിറ്റിയൽ, ടിബിയൽ ആൻഡ് ഇൻഫ്രാമാലിയോളാർ.
നെക്സ്റ്റ് വൺ സ്റ്റെനോസിസ്, സ്ട്രെയിറ്റ് ഫോർവേഡ്. ഒക്ലൂഷൻ, കോംപ്ലക്സ്. ഇനീഷ്യൽ ആൻഡ് അഡീഷണൽ വെസൽസിനുണ്ടാവും. ആൻജിയോപ്ലാസ്റ്റി ഓൾ 4 ടെറിട്ടറീസിലുണ്ടാവും. സ്റ്റെൻറ്റ് പ്ലേസ്മെൻറ്റ് നോട്ട് ഇൻഫ്രാമാലിയോളാറിലാണ്. അതറക്ടമി ആണെങ്കിൽ നോട്ട് ഇലിയാക്സ്, നോട്ട് ഇൻഫ്രാമാലിയോളാർ പറയുന്നുണ്ട്. പിന്നെ സ്റ്റെൻറ്റ് വിത്ത് അതറക്ടമിയിലും നോട്ട് ഇലിയാക്, നോട്ട് ഇൻഫ്രാമാലിയോളാർ. IVL ഫോർ ഇലിയാക് ആൻഡ് IVL ഫോർ ഫെമോറോപോപ്ലിറ്റിയൽ പെർ വെസലാണ്, നോട്ട് ഫോർ ടിബിയാലിസ് ഓർ മാലിയോളാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കോഡുകളിൽ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. സോ വാസ്കുലർ എൻഡോസ്കോപ്പിയിൽ 1 കോഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 37500. വാസ്കുലർ എൻഡോസ്കോപ്പി സർജിക്കൽ വിത്ത് ലിഗേഷൻ ഓഫ് പെർഫറേറ്റഡ് വെയിൻസ് സബ്ഫേഷ്യൽ. ഈ ഒരു കോഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സെക്ഷനാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റത്തിലെ സെക്ഷനാണ് വന്നിട്ടുള്ളത്. അഡീഷൻ വരുന്നത് 2 കോഡ്സ് ആണ്. ഡിലീഷൻ ഇല്ല, റിവിഷനും ഇല്ല. സോ ഫസ്റ്റ് ന്യൂ കോഡ് വന്നിട്ടുള്ളത് 43889 ഡിസ്ക്രൈബിംഗ് എൻഡോസ്കോപ്പിക് സ്ലീവ് ഗ്യാസ്ട്രോപ്ലാസ്റ്റി ആണ്. 47384 എന്ന് പറയുന്ന കോഡും ന്യൂ കോഡാണ്. ഡിസ്ക്രൈബിംഗ് പെർക്യൂട്ടേനിയസ് അബ്ലേഷൻ ഓഫ് 1 or more liver tumors യൂസിങ് ഇറിവേഴ്സിബിൾ ഇലക്ട്രോപൊറേഷൻ ആണ്. ദാറ്റ് ഈസ് IRE എന്ന് പറയുന്നുണ്ട്. സോ ഈ 2 കോഡാണ് ന്യൂ കോഡ്സ്. ദീസ് പ്രൊസീജിയേഴ്സ് ഹൈലൈറ്റ് ദ ഗ്രോയിങ് എംഫസിസ് ഓൺ മിനിമലി ഇൻവേസീവ് ഇമേജ് ഗൈഡഡ് ടെക്നിക് that enhances the therapeutic precision while reducing procedural morbidity. അപ്പോൾ മെയിനായിട്ട് മിനിമലി ഇൻവെസീവ് ആയിട്ട് ഇമേജ് ഗൈഡഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്, തെറാപ്യൂട്ടിക് പ്രൊസീജിയർ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. സോ 2 കോഡാണ് ന്യൂ കോഡ്സ്. സോ നെക്സ്റ്റ് ജെനൈറ്റോ യൂറിനറി സിസ്റ്റം ആണ്. ഇവിടെ നമുക്ക് 14 ന്യൂ കോഡ്സ് ഉണ്ട്. 2 ഡിലീഷൻസും 2 റിവിഷനും ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് യൂറിനറി ആൻഡ് മെയിൽ ജെനൈറ്റൽ സിസ്റ്റം സർജറി നോക്കാം. 2026 CPT കോഡ് അപ്ഡേറ്റ്. മേജർ ചേഞ്ചസ് ഫോർ പ്രോസ്റ്റേറ്റ് പ്രൊസീജിയേഴ്സ് ആണ്. ദീസ് ചേഞ്ചസ് റിഫ്ലക്റ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഇമേജ് ഗൈഡഡ് ബയോപ്സി ടെക്നിക്സ്, മിനിമലി ഇൻവേസീവ് റിസെക്ഷൻ ആൻഡ് അബ്ലക്ഷൻ ടെക്നോളജീസ് ആൻഡ് റിഫൈൻമെൻറ്റ്സ് ഇൻ റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജിക്കൽ അപ്രോച്ചസ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇമേജ് ഗൈഡഡ് ആയിട്ടുള്ള ബയോപ്സി ടെക്നിക്സ്, മിനിമലി ഇൻവേസീവ് റിസെക്ഷനും അബ്ലേഷൻ ടെക്നോളജീസൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ റിഫൈൻമെൻറ്റ്സ് പറയുന്നുണ്ട് ഇൻ റോബോട്ടിക് ആൻഡ് ലാപ്രോസ്കോപ്പിക് അപ്രോച്ചസിൽ. ദ ന്യൂ ആൻഡ് റിവൈസ്ഡ് കോഡ്സ് അഫക്റ്റ് മൾട്ടിപ്പിൾ ഏരിയാസ് ഓഫ് ദി യൂറിനറി സിസ്റ്റം. 500102 53899 മെയിൽ ജെനൈറ്റൽ സിസ്റ്റത്തിൽ 54002 55899. സബ്സെക്ഷൻസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ദ പ്രോസ്റ്റേറ്റ്. അപ്പോൾ മെയിൻലി പറയുന്ന പ്രോസ്റ്റേറ്റ് പ്രൊസീജിയേഴ്സിലാണ് മേജർ ചേഞ്ചസ് വന്നിട്ടുള്ളത്. വി ഓൾസോ സീ 1 പ്രോസ്റ്റേറ്റ് കോഡ് അപ്ഡേറ്റ് ഇൻ ദ കാറ്റഗറി 3 കോഡ് സെക്ഷൻ ഓൾസോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് യൂറിനറി സിസ്റ്റം നോക്കാം. ഇതിൽ ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. അതിൽ 52443 സിസ്റ്റോ യൂറിത്രോസ്കോപ്പി വിത്ത് ഇനീഷ്യൽസ് ട്രാൻസ്യൂറിത്രൽ ആൻറ്റീരിയർ പ്രോസ്റ്റേറ്റ് commensuratomy with a non-drug coated balloon catheter followed by the therapeutic drug delivery into the prostate by a drug coated balloon catheter including transrectal ultrasound and fluoroscopy when performed ആണ്. അപ്പോൾ this code represents a new technique combining മെക്കാനിക്കൽ ഡയലേഷൻ വിത്ത് ലോക്കലൈസ്ഡ് ഡ്രഗ് ഡെലിവറി. അപ്പോൾ ഈ 52443 ഒരു കോമ്പിനേഷനാണ് മെക്കാനിക്കൽ ഡയലേഷൻ്റെയും ലോക്കലൈസ്ഡ് ഡ്രഗ് ഡെലിവറിയുടെ ഒരു കോമ്പിനേഷൻ ടെക്നിക്കായിട്ടാണ് പറയുന്നത്. 52597 എന്ന് പറയുന്നത് ട്രാൻസ്യൂറിത്രൽ റോബോട്ടിക് അസിസ്റ്റഡ് വാട്ടർ ജെറ്റ് റിസെക്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഇൻക്ലൂഡിംഗ് ഇൻട്രാ ഓപ്പറേറ്റീവ് പ്ലാനിംഗ്, അൾട്രാസൗണ്ട് ഗൈഡൻസ്, കൺട്രോൾ ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് കംപ്ലീറ്റ് ഇൻക്ലൂഡിംഗ് വാസെക്ടമി, മിയോട്ടോട്ടോമി, cystourethroskopy, urethral calibration or dilation and internal urethrotomy when performed ആണ്. അപ്പോൾ ഇവിടെ ഒരു റോബോട്ടിക് അസിസ്റ്റഡ് ആണ്. സോ പറയുന്നത് ദിസ് ന്യൂ റോബോട്ടിക് അസിസ്റ്റഡ് കോഡ് റെക്കഗ്നൈസസ് ദ ഡിസ്റ്റിങ്ക്ട് ടെക്നോളജി ആൻഡ് പ്ലാനിംഗ് ഇൻവോൾവ്ഡ് ഇൻ വാട്ടർ ജെറ്റ് പ്രോസ്റ്റേറ്റ് റിസെക്ഷൻ റീപ്ലേസിംഗ് ഓൾഡർ മാനുവൽ ടെക്നിക്. ഓൾഡർ മാനുവൽ ടെക്നിക്കിനെ റിപ്ലേസ് ചെയ്ത് ഒരു റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ 2 കോഡ് ന്യൂ കോഡ്സ് ആണ്. ഈ മെയിൽ ജെനൈറ്റൽ സിസ്റ്റത്തിലെ പ്രോസ്റ്റേറ്റ് ബയോപ്സി കോഡിൽ നമുക്ക് ഡിലീഷൻ ഉണ്ട്. സോ 55700 ബയോപ്സി പ്രോസ്റ്റേറ്റ് നീഡിൽ ഓർ പഞ്ച് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ എനി അപ്രോച്ച്, ഈ കോഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ ഇറ്റ്സ് പ്ലേസ് എ ന്യൂ സ്ട്രക്ചർ ഓഫ് 9 ഇമേജ് ഗൈഡഡ് ബയോപ്സി കോഡ്സ് ഹാസ് ബീൻ ആഡഡ് ടു ക്യാപ്ചർ ദ അപ്രോച്ച് ആൻഡ് ഗൈഡൻസ് മെത്തേഡ്. സോ ഒരു 9 കോഡുകൾ
ഇമേജ് ഗൈഡഡ് ബയോപ്സി കോഡ്സ് ആയിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അൾട്രാസൗണ്ട്, MRI, ഫ്യൂഷൻ അങ്ങനെയുള്ള ഇമേജ് ഗൈഡഡ് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ആണ്. സോ റിവിഷൻ വന്നിട്ടുള്ള ഒരു കോഡ് 55705 ആണ്. ബയോപ്സി, പ്രോസ്റ്റേറ്റ്, എനി അപ്രോച്ച്, നോൺ ഇമേജിംഗ് ഗൈഡൻസിൻ്റെ ഒരു കോഡ് റിവിഷൻ വന്നിട്ടുണ്ട് 55705. സോ 9 കോഡ്സ് പ്രോസ്റ്റേറ്റ് ബയോപ്സിയിൽ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡഡ് വിത്ത് MRI ഫ്യൂഷൻ, MRI അൾട്രാസൗണ്ട് ഫ്യൂഷൻ ഗൈഡഡ് ടാർഗറ്റഡ് ലീഷൻ, ഇൻബോർ CT ഓർ MRI ഗൈഡഡ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അതിൽ ട്രാൻസ് റെക്റ്റൽ കോഡുകളുണ്ട്, ട്രാൻസ് പെരീനിയൽ അപ്രോച്ചുള്ള കോഡുകളുണ്ട്. സോ 55715 എന്നുള്ള ഒരു കോഡ് എന്ന് പറയുന്നത് ബയോപ്സി, പ്രോസ്റ്റേറ്റ്, ഈച്ച് അഡീഷണൽ MRI അൾട്രാസൗണ്ട് ഫ്യൂഷൻ or inbore CT or MRI guided targeted lesion list separately in addition to code for primary procedure. അപ്പോൾ these codes enable precise reporting of the approach, imaging technique and targeted lesion. അതുപോലെ തന്നെ ഏത് മെത്തേഡാണ്, ട്രാൻസ്റെക്റ്റൽ ആണോ ട്രാൻസ്പെരീനിയൽ അപ്രോച്ച് ആണോ എന്നും നമുക്ക് ഡിസ്റ്റിങ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 55705 തൊട്ട് 55715 വരെ 9 ന്യൂ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ സിസ്റ്റമാറ്റിക് ആൻഡ് ടാർഗറ്റഡ് ബയോപ്സീസ് ആണ്. സിസ്റ്റമാറ്റിക് ബയോപ്സി ഡിവൈഡ്സ് ദ പ്രോസ്റ്റേറ്റ് ഇൻ ടു സെക്സ്റ്റൻസ്, അതായത് 6 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ബേസ്, റൈറ്റ് മിഡ്, റൈറ്റ് അപ്പെക്സ്, ലെഫ്റ്റ് ബേസ്, ലെഫ്റ്റ് മിഡ് ആൻഡ് ലെഫ്റ്റ് അപ്പെക്സ്. ഇനി ടിപ്പിക്കലി മൾട്ടിപ്പിൾ ബയോപ്സി കോഴ്സ് ആർ ടേക്കൺ ഫ്രം ഈച്ച് ടെക്സ്റ്റൻറ്റ്. ഇഫ് discrete lesions are noted during the biopsy procedure, additional targeted biopsies may be taken from each discrete lesion but are not separately reported. Next point, image guided targeted biopsies performed on discrete or targeted lesions are reported once per lesion regardless of the number of biopsy course taken from that lesion. Next one, MRI ultrasound fusion biopsy includes the additional work of fusing the previously performed MRI with the real-time ultrasound on an independent workstation and performing additional biopsies of the targeted lesion. Next one is CT or MRI guided. Targeted biopsies are typically performed in-bore CT or MRI scanner itself, which includes needle placement access. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോപ്സീസ് പറയുന്നുണ്ട്. സിസ്റ്റമിക് ബയോപ്സി, ഇമേജ് ഗൈഡഡ്, MRI അൾട്രാസൗണ്ട് ഫ്യൂഷൻ, CT, MRI ഗൈഡഡ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു സെക്ഷനിൽ അതൊന്ന് ക്ലിയർ ആക്കിയതാണ്. നെക്സ്റ്റ് വൺ, ലാപ്രോസ്കോപ്പി സർജിക്കൽ പ്രോസ്റ്ററ്റക്ടമിയുടെ സെക്ഷനിൽ ഒരു റിവിഷൻ വന്നിട്ടുണ്ട്. കോഡ് 55866 ലാപ്രോസ്കോപ്പി സർജിക്കൽ പ്രോസ്റ്ററ്റക്ടമി റെട്രോപ്യൂബിക് റാഡിക്കൽ ഇൻക്ലൂഡിംഗ് നെർവ് സ്പെയറിംഗ് ഇൻക്ലൂഡ്സ് റോബോട്ടിക് അസിസ്റ്റൻസ് വെൻ പെർഫോംഡ്. അപ്പോൾ റിവൈസ് ടു ഇൻട്രൊഡ്യൂസ് റിലേറ്റഡ് ആഡ് ഓൺ ഓപ്ഷൻസ് ആണ്. അപ്പോൾ അവിടെ എന്താണ് ഒരു റോബോട്ടിക് അസിസ്റ്റൻസിൻ്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒരു റിവിഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ലാപ്രോസ്കോപ്പി സർജിക്കൽ പ്രോസ്റ്ററ്റക്ടമി ആണ്. ഇവിടെ നമുക്ക് ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. 55868 വിത്ത് ലിംഫ് നോഡ് ബയോപ്സീസ് ലിമിറ്റഡ് പെൽവിക് ലിംഫാഡിനെക്ടമി എന്ന് പറഞ്ഞൊരു കോഡും 55869 വിത്ത്, അതായത് പാരന്റ് കോഡ് ഇസ് ലാപ്രോസ്കോപ്പി സർജിക്കൽ പ്രോസ്റ്ററ്റക്ടമി വിത്ത് ബൈലാറ്ററൽ പെൽവിക് ലിംഫാഡിനെക്ടമി ഇൻക്ലൂഡിംഗ് എക്സ്റ്റേണൽ ഇലിയാക്, ഹൈപ്പോഗാസ്ട്രിക് ആൻഡ് ഒബ്റ്റുറേറ്റർ നോട്ട്സ് പറഞ്ഞിട്ടുണ്ട്. സോ 2 കോഡുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അബ്ലേഷൻ ആൻഡ് ഫോക്കൽ തെറാപ്പി കോഡ്സിൽ ഒരു കോഡുണ്ട് 55877, ദാറ്റ് ഈസ് അബ്ലേഷൻ ഇറിവേഴ്സിബിൾ ഇലക്ട്രോപൊറേഷൻ പ്രോസ്റ്റേറ്റ് 1 or more ട്യൂമേഴ്സ് ഇൻക്ലൂഡിങ് ഇമേജിംഗ് ഗൈഡൻസ് പെർക്യൂട്ടേനിയസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ടോട്ടലി 3 കോഡ്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. പിന്നെ കാറ്റഗറി 3 വന്നിട്ടുള്ള ഒരു കോഡാണ് 0950T. ഇത് അബ്ലേഷൻ ഓഫ് ബിനൈൻ prostate tissue transrectal with a high intensity focused ultrasound including ultrasound guidance ആണ്. ഇതൊരു കാറ്റഗറി 3 വന്നിട്ടുള്ളൊരു കോഡാണ്. അപ്പോൾ അത് ഈ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് അബ്ലേഷനൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നെർവസ്, ഐ ആൻഡ് ഓഡിറ്ററി സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റം, ഐ ആൻഡ് ഇയറിൽ വന്നിട്ടുള്ളതാണ്. ഇതിൽ 11 ന്യൂ കോഡ്സും നോ ഡിലീഷനും 3 റിവൈസ്ഡ് കോഡ്സും ആണ് വന്നിട്ടുള്ളത്. സോ
So CPT code set introduces important update in our system section to better capture advancement in minimally invasive spinal and peripheral nerve. So spinal and peripheral nerve procedures കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നെർവസ് സിസ്റ്റത്തിൽ എന്നാണ് പറയുന്നത്. So procedures include these revisions move certain procedures from category 3 to category 1. അപ്പോൾ കാറ്റഗറി 3യിലുള്ള ടെമ്പററി സ്റ്റാറ്റസിൽ നിന്നും കാറ്റഗറി 1ലേക്ക് കുറച്ച് പ്രൊസീജിയേഴ്സിന് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ന്യൂ എമേർജിങ് ആയിട്ടുള്ള പുതുതായിട്ട് വരുന്ന ടെക്നോളജി എമേർജിങ് ടെക്നിക്സൊക്കെ നമ്മൾ കാറ്റഗറി 3യിലാണ് പ്ലേസ് ചെയ്യുക. ആൻഡ് അതിനൊരു സെൻസർ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിനുള്ളിൽ ഇതിൻ്റെ യൂസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് ഇതിന് പ്രൊമോഷൻ വേണോ ഇത് എലിമിനേറ്റ് ചെയ്യണോ എന്ന് തിങ്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ യൂസും അതിൻ്റെ എഫക്റ്റീവ് യൂസേജും കാരണമാണ് കാറ്റഗറി 3 എന്നുള്ള കുറച്ച് കോഡുകൾ കാറ്റഗറി 1ലേക്ക് അപ്ഡേഷൻ വരുന്നത്. Okay, next one, add a new code for annular defect repair. പിന്നെ introduce a percutaneous option for carpal tunnel decompression. സോ ഇത്രയും കാര്യങ്ങളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് അപ്ഡേഷൻസ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് റിവൈസ്ഡ് കോഡ്സ് ആണ്. Transcatheter vascular occlusion or embolization procedures now includes all radiological supervision. ഇപ്പോൾ അതിലെല്ലാത്തിലും ഒരു ഓൾ റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ 61624 റിവിഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഇൻക്ലൂഡിങ് റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളതാണ്. സോ 61624 പാരൻ്റ് കോഡ് സെയിം ആണ്. പിന്നെ അതിൽ ലാസ്റ്റിൽ പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണ്. ഇനി 61626 ആകുമ്പോൾ നോൺ സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്, ഹെഡ് ഓർ നെക്കാണ്. സെയിം തന്നെ പാരൻ്റ് കോഡാണ് വരുന്നത്. അതിൽ ഡിഫറൻസ് വരുന്നത് ഇൻക്ലൂഡിങ് ഓൾ റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇനി 62287 ഡീകംപ്രഷൻ പ്രൊസീജിയർ പെർക്യൂട്ടേനിയസ് ഓഫ് ന്യൂക്ലിയസ് പൾപ്പോസിസ് ഓഫ് intervertebral disc, any method utilizing needle based technique to remove disc material under fluoroscopic imaging or other form of indirect visualization with the discography and or epidural injections at the treated levels when performed single or multiple levels lumbar. അപ്പോൾ ഒരു ആഡഡ് ഇൻസ്ട്രക്ഷണൽ നോട്ട് വന്നിട്ടുണ്ട് എന്നതാണ് ഇതിൽ വന്നിട്ടുള്ള ചേഞ്ച്. സോ ഇതാണ് ഈ 62287. ഇനി പെർക്യൂട്ടേനിയസ് ഡീകംപ്രഷൻ ഓഫ് ന്യൂറൽ എലമെൻറ്റ്സ് 62330 62331 ഈ രണ്ട് കോഡുകൾ ന്യൂ കോഡുകളാണ്. അപ്പോൾ ടു റിഫ്ലക്ട് വൈഡ് സ്പ്രെഡ് ക്ലിനിക്കൽ അഡോപ്ഷൻ മിനിമലി ഇൻവെസീവ് ലെംബാർ ഡീകംപ്രഷൻ പ്രൊസീജിയേഴ്സ് ഹാവ് ട്രാൻസിഷൻ ഫ്രം കാറ്റഗറി 3 കോഡ് ടു ന്യൂ കാറ്റഗറി 1 കോഡ്. അപ്പോൾ ഈ കോഡുകളാണ് കാറ്റഗറി 3യിൽ ഉണ്ടായിരുന്നത്. അത് സെയിം കോഡല്ല, കാറ്റഗറി 3യിലാവുമ്പോൾ ടെമ്പററി കോഡാണ്. അത് പ്രൊമോഷൻ കിട്ടി കാറ്റഗറി 1ലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ 62330 എന്ന് പറയുന്നത് പെർക്യൂട്ടേനിയസ് ഡീകംപ്രഷൻ വിത്ത് പാർഷ്യൽ റിമൂവൽ ഓഫ് ലിഗമെൻറ്റം ഫ്ലേവം ഇൻക്ലൂഡിംഗ് ലാമിനോട്ടോമി ഫോർ ആക്സസ് എപ്പിഡ്യൂറോഗ്രഫി ആൻഡ് ഇമേജ് ഗൈഡൻസ്. അതിൽ CT ഓർ ഫ്ലൂറോസ്കോപ്പി ആവാം. ബൈലാറ്ററൽ 1 ഇൻ്റർസ്പേസ് ലംബാർ ആണ്. ഇനി ആഡ് ഓൺ കോഡാണ് 62331. അതിൽ ഈച്ച് അഡീഷണൽ ലംബാർ ഇൻ്റർസ്പേസിനുള്ള കോഡാണ്. ഓക്കെ, അപ്പോൾ ബൈലാറ്ററലി 1 ഇൻ്റർസ്പേസ് ലംബാർ ആണെങ്കിൽ 62330 പെർക്യൂട്ടേനിയസ് ഡീകംപ്രഷൻ ആണ്. ഇനി അതിൻ്റെ കൂടെ അഡീഷണൽ ലംബാർ ഇൻ്റർസ്പേസ് പറയുകയാണെങ്കിൽ ആഡ് ഓൺ കോഡ് കൊടുക്കുക. ഇനി അവിടെ പറയുന്നത് മോഡിഫയർ 52 അപ്ലൈസ് ഫോർ യൂണിലാറ്ററൽ പ്രൊസീജിയർ. അതായത് കോഡ് ബൈലാറ്ററൽ ആണ്. ഇനി അത് യൂണിലാറ്ററൽ ആണെങ്കിൽ മോഡിഫയർ 52 കൊടുക്കുക. ഓൾസോ ഡു നോട്ട് റിപ്പോർട്ട് 62331 മോർ ദാൻ വൺസ് പെർ ഓപ്പറേറ്റീവ് സെഷൻ. ഒരു ഓപ്പറേറ്റീവ് സെഷനിൽ 1 ടൈം മാത്രമേ 62331 കൊടുക്കാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റീരിയർ എക്സ്ട്രാഡ്യൂറൽ ലാമിനോട്ടോമി ഓർ ലാമിനെക്ടമി ആണ്. ഈ ഒരു സെക്ഷനിൽ എ ന്യൂ ആഡ് ഓൺ കോഡ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഡിസ്ക്രൈബ് റിപ്പയർ ഓഫ് എ ലംബാർ സ്പൈനൽ ഡിസ്ക് ആനുലാർ ഡിഫക്റ്റ് യൂസിങ് എ ബോൺ ആങ്കർഡ് ക്ലോഷർ ഡിവൈസ്. ദിസ് അഡീഷൻ കോംപ്ലിമെൻറ്റ്സ് എക്സിസ്റ്റിംഗ് ലംബാർ ഡീകംപ്രഷൻ കോഡ്. അപ്പോൾ ലംബാർ ഡീകംപ്രഷൻ കോഡിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആഡ് ഓൺ കോഡ് ആനുലാർ ലംബാർ സ്പൈനൽ ഡിസ്ക് ആനുലാർ ഡിഫക്റ്റിന് ഒരു ബോൺ ആങ്കർ യൂസ് ചെയ്തിട്ടുള്ള ക്ലോഷ്യറാണ്. അതിനൊരു ആഡ് ഓൺ കോഡ് ദാറ്റ് ഇസ് 63032. That is repair of annular defect by implantation of bone anchored closure device including imaging guidance 1 interspace lumbar.
ഇനി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി കോഡ് വരുന്നത് 63030 ആൻഡ് ഇറ്റ് മേ ബി റിപ്പോർട്ടഡ് വൺസ് പെർ ഓപ്പറേറ്റീവ് സെഷൻ ആൻഡ് ഓൺലി വിത്ത് 63030. ഇതിൻ്റെ കൂടെ മാത്രമേ 63032 എന്നുള്ള ആഡ് ഓൺ കോഡ് കൊടുക്കാൻ പാടുള്ളൂ. ഇനി റിപ്പോർട്ടിംഗ് ക്രാനിയൽ നെർവ് ഫുൾ സ്റ്റിമുലേഷൻ ടെക്നിക്കിൽ 64567 എന്നുള്ള ഒരു കോഡ് ഉണ്ട്. ദാറ്റ് ഈസ് പെർക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് ഫീൽഡ് സ്റ്റിമുലേഷൻ ക്രേനിയൽ നെർവ്സ് വിത്തൗട്ട് ഇംപ്ലാന്റേഷൻ. ഈ ഒരു കോഡും ന്യൂ കോഡാണ്. ഇനിയൊരു ന്യൂ സെക്ഷൻ തന്നെ ഉണ്ട്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം മോഡുലേഷൻ എന്ന് പറഞ്ഞ്. സോ 2026 ഇൻട്രൊഡ്യൂസസ് എ ന്യൂ ഡെഡിക്കേറ്റഡ് CPT subsection for autonomic nervous system modulation, reflecting the increasing use of baroreflex-based therapies for resistant hypertension and heart failure. അപ്പോൾ resistant hypertensionഉം heart failureനെയും ട്രീറ്റ്മെൻറ്റ് തെറാപ്പീസിൻ്റെ ബേസ് ചെയ്തിട്ട് ബാരോറിഫ്ലെക്സ് ബേസ്ഡ് തെറാപ്പീസ് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സബ്സെക്ഷൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ കോഡ് 64654 to 64659 describe services performed using a baroreflex activation therapy BAT modulation system on FDA approved implantable system. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് കോഡുകൾ തന്നെ വന്നിട്ടുണ്ട്. BAT മോഡുലേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. ആ കോഡുകൾ ഏതൊക്കെയാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. 64654 ഇനീഷ്യൽ ഓപ്പൺ ഇംപ്ലാന്റേഷൻ കംപ്ലീറ്റ് ഡിവൈസ് ആണ്. 64655 റിവിഷൻ ഓർ റീപ്ലേസ്മെൻറ്റ് ഓഫ് BAT ലീഡ് ഒള്ളി. 64656 റിവിഷൻ ഓർ റീപ്ലേസ്മെൻറ്റ് ഓഫ് BAT പൾസ് ജനറേറ്റർ ഒള്ളി. 64657 റിമൂവൽ ഓഫ് ടോട്ടൽ BAT സിസ്റ്റം. 64658 റിമൂവൽ ഓഫ് BAT ലീഡ് ഒള്ളി. 64659 റിമൂവൽ ഓഫ് BAT പൾസ് ജനറേറ്റർ ഉള്ളി. നമ്മൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ പേസ് മേക്കറൊക്കെ പഠിച്ച പോലെയുള്ള ഒരു സിസ്റ്റമാണിത്. ഇതിലും ഇംപ്ലാന്റേഷൻ അതൊക്കെ പറയുന്നുണ്ട്. ലീഡ് ഉള്ളി, അതുപോലെ ടോട്ടൽ സിസ്റ്റം റിമൂവൽ, പൾസ് ജനറേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂറോപ്ലാസ്റ്റി നെർവ് ഡീകംപ്രഷനിൽ നമുക്ക് 64728 എന്നുള്ളൊരു കോഡുണ്ട്. ഫോർ കാർപ്പൽ ടണൽ സിൻഡ്രോം എ ന്യൂ കോഡ് റെക്കഗ്നൈസസ് പെർക്യൂട്ടേനിയസ് ഡീകംപ്രഷൻ ഓഫ് ദ മീഡിയൻ നെർവ് യൂസിങ് ഇൻട്രാ കാർപ്പൽ ബലൂൺ ഡയലേഷൻ അണ്ടർ അൾട്രാസൗണ്ട് ഗൈഡൻസ്. അപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രത്തിൽ ഒരു പെർക്യൂട്ടേനിയസ് ഡീകംപ്രഷൻ ഓഫ് മീഡിയൻ നെർവിന് വേണ്ടിയിട്ടൊരു ബലൂൺ ഡയലേഷനൊക്കെ യൂസ് ചെയ്തിട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസിൻ്റെ അണ്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം അതിൻ്റെ കോഡാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. കോഡ് ഡിസ്ക്രിപ്ഷൻ വരുന്നത് പെർക്യൂട്ടേനിയസ് ഡീകംപ്രഷൻ ഓഫ് മീഡിയൻ നെർവ് അറ്റ് കാർപ്പൽ ടണൽ വിത്ത് ബലൂൺ ഡയലേഷൻ ഇൻക്ലൂഡിംഗ് അൾട്രാസൗണ്ട് ഗൈഡൻസ്. ദിസ് അഡീഷൻ റിഫ്ലെക്ട്സ് ദി എമർജൻസ് ഓഫ് മിനിമലി ഇൻവേസീവ് കാർപ്പൽ ടണൽ release technique performed through a small incision and balloon expansion within the carpal tunnel, reducing post-operative discomfort and recovery time. അപ്പോൾ നമ്മളിപ്പം നോക്കിയതിൽ കൂടുതൽ പ്രൊസീജിയേഴ്സും മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ടൈപ്പ് ഓഫ് ഒരു പ്രൊസീജിയർ തന്നെയാണ് കാർപ്പൽ ടണലിൽ ചെയ്യുന്നതാണ് 64728. നെക്സ്റ്റ് റേഡിയോളജി ചാപ്റ്ററിൽ നമുക്ക് 8 ന്യൂ കോഡ്സ് ഉണ്ട്. 9 ഡിലീഷൻസും 3 റിവിഷൻസും ആണുള്ളത്. സോ 2026 CPT റേഡിയോളജി ചാപ്റ്ററിൽ ചേഞ്ചസ് നോക്കാം. ദ 2026 CPT കോഡ് അപ്ഡേറ്റ് ബ്രിങ്സ് notable changes to the radiology section, including new diagnostic imaging services, updated guidelines, and several code deletions aimed at streamlining reporting and improving clinical specificity. The biggest changes center on computed tomography, CT, അതുപോലെ CT angiography services, especially for head and neck, cerebral perfusion, and coronary atherosclerotic peak assessment using augmentative software analysis. അപ്പോൾ CTA of head and neck imaging, cerebral perfusion, coronary atherosclerotic plaque assessmentലൊക്കെയാണ് മെയിനായിട്ടും ചേഞ്ചസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഹെഡ് ആൻഡ് നെക്ക് ഇമേജിങ്ങിൽ ന്യൂ CT or CTA കോഡ്സ് നോക്കാം. and instructions ഉണ്ട്. 3 new CT or CTA codes were created for 2026 to improve distinction between angiography, cerebral perfusion analysis, and whether these studies are performed with or without concurrent CT imaging. Cerebral perfusion analysis is an advanced CT technique used to evaluate how effectively blood circulates ത്രൂ ദ ബ്രെയിൻ. അതാണ് ഈ ഒരു മെയിനായിട്ട് അഡ്വാൻസ്ഡ് CT ടെക്നിക്കിൽ നോക്കുന്നത്. എത്ര എഫക്റ്റീവായിട്ടാണ് ബ്ലഡ് ബ്രെയിനിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അതുപോലെ കാറ്റഗറി 3 കോഡ്
ഒരെണ്ണം ഡിലീറ്റ് ചെയ്തിട്ട് അതിനൊരു റീപ്ലേസ്മെൻറ്റ് 7 സീരീസ് റേഡിയോളജി കോഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. So new codes 70471, that is CTA head and neck with contrast materials including non-contrast images. ഇനി ഒരു ആഡ് ഓൺ കോഡാണ് 70472 CT cerebral perfusion analysis with contrast material list separately in addition to primary procedure. 70473 CT cerebral perfusion analysis ആണ് without concurrent CT or CTA with contrast material. ഇനി കാർഡിയാക് ഇമേജിംഗ് അപ്ഡേറ്റ്സിൽ all category 3 coronary plaque analysis codes are deleted and replaced by new category 1 code 75577. സോ കാറ്റഗറി 3യിലുണ്ടായിരുന്ന കൊറോണറി പ്ലേക്ക് അനാലിസിസിൻ്റെ കോഡുകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് അതിനെ കാറ്റഗറി 1ൽ 75577 എന്നുള്ള ഒരു കോഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ന്യൂ കോഡാണ്. ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് കൊറോണറി അതെറോസ്ക്ലെറോട്ടിക് പ്ലേഗ് എന്നാണ് ഡിസ്ക്രിപ്ഷൻ. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് യൂസ് 75577 only once per coronary CTA data set ആണ്. When performed on the same day as coronary CTA report 75577 and 75574 എന്നും പറയുന്നുണ്ട്. സെയിം ഡേ ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ രണ്ടും റിപ്പോർട്ട് ചെയ്യണം. ഇനി ന്യൂ കോഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ സർഫസ് റേഡിയേഷൻ തെറാപ്പി SRTയിൽ വന്നിട്ടുള്ളത് നോക്കാം. സർഫസ് റേഡിയേഷൻ തെറാപ്പി ഇസ് എ ഫോം ഓഫ് എക്സ്റ്റേണൽ റേഡിയേഷൻ തെറാപ്പി ദറ്റ് യൂസസ് ലോ എനർജി എക്സ്റേസ് ടു ട്രീറ്റ് സ്കിൻ ക്യാൻസേഴ്സ് ആൻഡ് അതർ ലീഷൻസ് അറ്റ് ഓർ നിയർ ദ സർഫസ്. അപ്പോൾ സർഫസ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ ലോ എനർജി എക്സ്റേസ് ആണ്, എക്സ്റ്റേണൽ റേഡിയേഷൻ തെറാപ്പി തന്നെയാണ്. അപ്പോൾ അത് സ്കിൻ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ സർഫസിൽ തന്നെയുള്ള ലീഷൻസിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു സെറ്റ് ഓഫ് കോഡുകൾ എന്ന് പറയുന്നത് 77436 തൊട്ട് 77439 വരെയാണ്. ആൻഡ് ഒരു ആഡ് ഓൺ കോഡ് 77439 reported once per course regardless of number of fractions used in conjunction with 77437 ഉം 438 ആണ്. സോ 77436 എന്ന് പറഞ്ഞാൽ surface radiation therapy, superficial or ortho voltage treatment planning and stimulation aided field setting. 77437 എന്ന് പറഞ്ഞാൽ superficial treatment delivery greater than or equal to 150 kV per fraction ആണ്. 438 എന്ന് പറഞ്ഞാൽ ortho voltage treatment delivery less than 150 to 500 kV per fraction. ഇനി ഒരു ആഡ് ഓൺ കോഡ് 77439 അൾട്രാസൗണ്ട് ഇമേജ് ഗൈഡൻസ് ഫോർ പ്ലേസ്മെൻറ്റ് ഓഫ് SRT ഫീൽഡ്സ് പെർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഡെലിവറിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ദ AMA ഹാസ് റീഡിസൈൻ ദ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഡെലിവറി കോഡ്സ്, എലിമിനേറ്റഡ് ലോങ് സ്റ്റാൻഡിംഗ് IMRT ഡെലിവറി കോഡ്സ് ആൻഡ് ബണ്ടിൽ സർട്ടൻ ഇമേജ് ഗൈഡൻസ് സർവീസസ് ഇൻ ടു ദി കോ ഡെലിവറി കോഡ്സ്. അപ്പോൾ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഡെലിവറിയിൽ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഡെലിവറി കോഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിനെ ബണ്ടിൽ ചെയ്തിട്ടുണ്ട് സർട്ടൻ കോർ ഡെലിവറി കോഡ്സിൻ്റെ കൂടെ. സോ 77402 407 412 ഇതൊക്കെയാണ് റിവൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം കറണ്ട് കോഡ് ഡിസ്ക്രിപ്ഷനിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഡെലിവറി സിമ്പിൾ ഇൻ്റർമീഡിയറ്റ് കോംപ്ലെക്സ് എന്നൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2026 കോഡ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഡെലിവറി ലെവൽ 1 അതിൽ ഇൻക്ലൂഡിങ് ഇമേജ് ഗൈഡൻസ് വെൻ പെർഫോംഡ് പറയുന്നുണ്ട്. ലെവൽ 2 സിംഗിൾ ഐസോ സെൻറ്റർ ഫോട്ടോൺസ് ഇൻക്ലൂഡിങ് ഇമേജിംഗ് ഗൈഡൻസ് വെൻ പെർഫോംഡ് ആണ്. ലെവൽ 3 മൾട്ടിപ്പിൾ ഐസോ സെൻറ്റേഴ്സ് വിത്ത് ഫോട്ടോൺ തെറാപ്പി അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് റിവിഷനാണ് വന്നിട്ടുള്ളത് മെയിനായിട്ടും. സോ ഇനി ഡിലീഷൻസ് നോക്കുകയാണെങ്കിൽ 75842 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് 75840 വിത്ത് മോഡിഫയർ 50 കൊടുക്കണം. പിന്നെ നമുക്ക് 75956 തൊട്ട് 75959 വരെ ഡിലീഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതിന് ന്യൂ കോഡ്സ് റേഡിയോളജിക്കൽ SNI സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള 2 കോഡുകൾ വന്നിട്ടുണ്ട്. പിന്നെ 77014 ഡിലീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ടു റിപ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് 77387 ആണ്. ഇനി 77401 ഡിലീറ്റ് ചെയ്തു. അതിന് ന്യൂ കോഡ്സ് 77436 437 438 439 ഉണ്ട്. അപ്പോൾ അതിൽ അപ്രോപ്രിയേറ്റ് ഏതാണോ അത് നോക്കി റിപ്പോർട്ട് ചെയ്യുക. പിന്നെ 77385 തൊട്ട് 386 അതായത് 2 കോഡുകൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് 402 407 412 ഏത് വേണേലും
അപ്രോപ്രിയേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് പാത്തോളജി ആൻഡ് ലബോറട്ടറി ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് 7 ന്യൂ കോഡ്സ് ഉണ്ട്. ഡിലീഷൻ ഒന്നുമില്ല, 2 റിവിഷൻ ആണ് പിന്നെ ഉള്ളത്. സോ പാത്തോളജി ചാപ്റ്ററിൽ സിഗ്നിഫിക്കൻറ്റ് റീസ്ട്രക്ചറിങ് അക്രോസ് പാത്തോളജി ആൻഡ് ലബോറട്ടറി വിത്ത് മീനിങ്ഫുൾ ചേഞ്ചസ് affecting clinical microbiology, molecular diagnosis, multi-analyte algorithmic assays and chemistry testing. ഈ സെക്ഷൻസിലൊക്കെയാണ് ഒരു റീസ്ട്രക്ചറിങ് മെയിനായിട്ടും വന്നിട്ടുള്ളത്. സോ ഇനി നമുക്ക് ന്യൂ കോഡ്സ് നോക്കാം. ടയർ 1 മോളിക്യുലർ പെത്തോളജി പ്രൊസീജിയേഴ്സിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ളതാണ് 81354, സൈറ്റോജീനോമിക് അനാലിസിസ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രോമസോമൽ അബ്നോമാലിറ്റീസ്, ഒപ്റ്റിക്കൽ ജീനോം മാപ്പിംഗ്. പിന്നെ മൾട്ടി അനലൈറ്റ് അസൈസ് വിത്ത് അൽഗോറിതമിക് അനാലിസിസിൽ വന്നതാണ് 81524, ദാറ്റ് ഈസ് ഓങ്കോളജി, സെൻട്രൽ നെർവസ് സിസ്റ്റം, ട്യൂമറൊക്കെയാണ്. പിന്നെ മൈക്രോബയോളജിയുടെ അണ്ടറിൽ വന്നിട്ടുള്ളതാണ് 87182, 87183, 87494, 87627, 87812 എല്ലാം. ഓക്കെ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊന്നും നമ്മൾ നോക്കാനില്ല. അപ്പം ഇതൊക്കെയാണ് കോഡുകൾ. ഇനി കെമിസ്ട്രിയുടെ അണ്ടറിൽ അപ്ഡേറ്റഡ് ഹെവി മെറ്റൽ ടെസ്റ്റിംഗ് കോഡ്സ് ആണ്. അപ്പോൾ 2 ഹെവി മെറ്റൽ അനാലിസിസ് കോഡ്സ് റിവൈസ്ഡ് ഫോർ ക്ലാരിറ്റി ആൻഡ് ആക്യുറസി. അപ്പോൾ ഹെവി മെറ്റൽ കോഡ്സിൽ 83015ഉം 83018ഉം. അപ്പോൾ അതിൽ ഹെവി മെറ്റൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ക്വാളിറ്റേറ്റീവ് എനി നമ്പർ ഓഫ് അനാലിസിസിൻ്റെ കോഡാണ് 83015, ക്വാണ്ടിറ്റേറ്റീവിൻ്റെ കോഡാണ് 83018. നെക്സ്റ്റ് പ്രൊപ്രൈറ്ററി ലബോറട്ടറി അനാലിസിസിൽ വന്നിട്ടുള്ള അഡീഷൻസ്, ഡിലീഷൻസ് ആൻഡ് റിവിഷൻസ് ആണ്. 79 അഡീഷൻസും 13 ഡിലീഷൻസും 3 റിവിഷൻസും ആണ് വന്നിട്ടുള്ളത്. ഈ PLA കോഡ്സിൻ്റെ റേഞ്ച് വരുന്നത് 0001U to 0599U ആണ്. അപ്പോൾ ഈ PLA കോഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ് ആക്സസ് ടു മെഡിക്കെയർ ആക്ടിൻ്റെ ഭാഗമായിട്ട് 2014 വന്നിട്ടുള്ളതാണ്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോഡ് സെറ്റാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ PLA കോഡ്സ് ആക്ച്വലി കാറ്റഗറി 1 കോഡിൻ്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിന് വേറൊരു കോഡുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ 79 ന്യൂ കോഡ്സും 3 റിവിഷൻസും 13 ഡിലീഷൻസും ഇതൊക്കെയാണ്. നെക്സ്റ്റ് മെഡിസിൻ സെക്ഷനിൽ നമുക്ക് 37 ന്യൂ കോഡ്സും 17 ഡിലീഷനും 18 റിവിഷനുമാണ് വന്നിട്ടുള്ളത്. സോ വാക്സിൻ ഓർ മെഡിസിൻ ഓർ ടോക്സോയിഡ്സ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് കുറച്ച് കോഡുകൾ 11 കോഡ്സോളം വന്നിട്ടുണ്ട്. 90382, 90481, 482, 483, 484, പിന്നെ 91323, 90593, 90631, 635, 612, 613 ഇത്രയും കോഡുകളൊക്കെയാണ് ന്യൂ കോഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇത്ര കോഡുകളൊക്കെ വന്നിട്ടുണ്ട് പുതുതായിട്ട് എന്നുള്ളത്. പിന്നെ റിവിഷൻ 2 ഉള്ളത്. 90480 അത് COVID-19 വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് റോളി കമ്പോണൻറ്റ്. 90620 എന്ന് പറഞ്ഞാൽ മെനിഞ്ചോകോക്കൽ വാക്സിൻ ഇൻട്രാമസ്കുലർ. അപ്പോൾ കോവിഡ് വാക്സിൻ്റെ ഫസ്റ്റ് റോളി കമ്പോണൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ് 90480. മെനിഞ്ചോകോക്കൽ വാക്സിൻ ഇൻട്രാമസ്കുലർലി കൊടുക്കുന്നതിൻ്റെ കോഡാണ് 90620. സോ അതൊക്കെ റിവിഷനാണ് വന്നിട്ടുള്ളത്. സോ ഗ്യാസ്ട്രോ എൻറ്ററോളജിയിൽ ന്യൂ ആൻഡ് ഡിലീറ്റഡ് കോഡ് ഉണ്ട്. 2 ഡിലീഷനും 2 ന്യൂ കോഡും വന്നിട്ടുണ്ട്. അപ്പോൾ 91120, 91122 എന്നുള്ള 2 കോഡുകൾ ഡിലീറ്റ് ചെയ്തു. 91124ഉം 25ഉം ന്യൂ കോഡാണ്. 24 എന്ന് പറയുന്നത് റെക്ടൽ സെൻസേഷൻ ടോൺ ആൻഡ് കംപ്ലയൻസ് സ്റ്റഡി. 25 എന്ന് പറഞ്ഞാൽ എനോറെക്ടൽ മാനോമെട്രി വിത്ത് റെക്ടൽ സെൻസേഷൻ ആൻഡ് റെക്ടൽ ബലൂൺ എക്സ്പൾഷൻ ടെസ്റ്റ് വെൻ പെർഫോംഡ് ഒക്കെയാണ്. ഇനി ഒഫ്താൽമോസ്കോപ്പിയിലും കോഡുകൾ 1 റിവിഷനും 1 ന്യൂ കോഡുമാണ്. 92284 റിവൈസ് ചെയ്തിട്ടുണ്ട്. 92288 സ്ക്രീനിങ് ഡാർക്ക് അഡാപ്റ്റേഷൻ മെഷർമെൻറ്റ് വിത്ത് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് റിപ്പോർട്ട് എന്നുള്ളൊരു കോഡ് ന്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ റോഡ് റിക്കവറി, ഇൻ്റർസെപ്റ്റ് ടൈമൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോ ലാരിങ്കോളജി സെക്ഷനാണ്. ഹിയറിംഗ് ഡിവൈസ് സർവീസസിലെ എക്സിസ്റ്റിംഗ് കോഡ്സ് ഫോർ സെലക്ഷൻ ആൻഡ് ഫിറ്റിംഗ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് നോ ലോങ്ങർ അലൈൻ വിത്ത് കണ്ടംപററി പ്രാക്ടീസ് ആൻഡ് ടെക്നോളജി. സോ എക്സിസ്റ്റിംഗ് 6 കോഡ്സ് ഡെവലപ്ഡ് പ്രീ 1990 ആൻഡ് ഡിലീറ്റഡ് ഇൻ 2026. അപ്പോൾ 12 ന്യൂ കോഡ്സും പാരാന്തറ്റിക്കൽ നോട്ട്സും 2026 വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂ കോഡ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂണിലാറ്ററൽ ഓർ ബൈലാറ്ററൽ സർവീസസിനെയാണ്. ഇത്രയും നാളും നമുക്കുണ്ടായിരുന്ന കോഡുകൾ ഇപ്പോഴത്തെ പ്രാക്ടീസിനെ ഒന്നും ഫോളോ ചെയ്യുന്നതല്ല. അപ്പോൾ ഇതിൽ
6 deletions ഉണ്ട്. 92590, 591, 592, 593, 594 and 595. ഇനി ഹിയറിംഗ് ഡിവൈസ് സർവീസസിൽ നമുക്ക് 12 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. 92682 ദാറ്റ് ഈസ് ഹിയറിംഗ് എയ്ഡ് കാൻഡിഡസി ഡിറ്റർമിനേഷൻ്റെ ഒരു ടൈപ്പ് ഓഫ് സർവീസിൽ വന്നിട്ടുള്ളതാണ്. അവിടെ തന്നെ 92629 വന്നിട്ടുണ്ട്. പിന്നെ ഹിയറിംഗ് എയ്ഡ് സെലക്ഷനിൽ 92631ഉം 632ഉം, ഹിയറിംഗ് എയ്ഡ് ഫിറ്റിങ്ങിൽ 92634, 635 ഇങ്ങനെ 2 കോഡുകളുമാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് 92636, 92637, 638 2 ആഡും കോഡുകളാണ്. അപ്പോൾ അതിൽ ഫോളോ അപ്പ് സർവീസ് ആഫ്റ്റർ ഫിറ്റിംഗ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വെരിഫിക്കേഷനിൽ നമുക്ക് ആഡ് ഓൺ കോഡ് 92638, 639, പിന്നെ 92641, പിന്നെ ഒരു അസിസ്റ്റീവ് ഡിവൈസ് സർവീസസിൽ 92642 ഇങ്ങനെയാണ് കോഡുകൾ വന്നിട്ടുള്ളത്. പിന്നെ കാർഡിയോളജി ആൻഡ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജി കൊറോണറി തെറാപ്യൂട്ടിക് സർവീസസിൽ നമുക്ക് ദ കോഡ് ഫാമിലി ഹാസ് ബീൻ റീസ്ട്രക്ചേർഡ് എന്ന് പറയുന്നുണ്ട്. റിവൈസ്ഡ് ഡിസ്ക്രിപ്റ്റേഴ്സ് ആർ ഇൻക്ലൂസീവ് ഓഫ് ദി പ്രൊസീജിയേഴ്സ് പെർഫോംഡ്. റീസ്ട്രക്ചറിംഗ് ഡിറ്റർമൈൻ ദ ഡിലീഷൻ ഓഫ് 7 കോഡ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മോർ കോംപ്രഹെൻസീവ് 2 ന്യൂ കോഡ്സ്. അപ്പോൾ PCIയിൽ 10 കോഡ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. 92920 എന്ന് പറയുന്ന കോഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്. 92921 ഡിലീറ്റ് ചെയ്തു. പിന്നെ 92924 റിവൈസ് ചെയ്തു. 92925 ഡിലീറ്റ് ചെയ്തു. 92928 റിവൈസ് ചെയ്തു. 92929 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡിലീഷനും ഉണ്ട്, അതുപോലെ തന്നെ റിവിഷനും നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 92930 എന്നുള്ളൊരു ന്യൂ കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. 92933 റിവൈസ് ചെയ്തിട്ടുണ്ട്. 92934 ഡിലീറ്റ് ചെയ്തു. 92937 റിവൈസ് ചെയ്തു. 92938 ഡിലീറ്റ് ചെയ്തിട്ട് 92941 റിവിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കോഡാണ് ന്യൂ വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് 2 or more distinct coronary lesions with 2 or more coronary stents deployed in 2 or more coronary segments. പിന്നെ 92943 എന്ന് പറഞ്ഞ കോഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്. 92944 ഡിലീറ്റ് ചെയ്തു. 92945 ന്യൂ ആയിട്ട് കോഡ് വന്നിട്ടുണ്ട്. പിന്നെ ആഡ് ഓൺ കോഡ് 92973 റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 92975ഉം 92977ഉം ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അതിന് പകരമായിട്ട് 93799 എന്നുള്ള കോഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കാർഡിയാക് പ്രൊസീജിയേഴ്സിൽ ഇംപ്ലാന്റബിൾ കാർഡിയോവാസ്കുലർ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഡിവൈസ് ഇവാലുവേഷൻ ആൻഡ് ഡോപ്ലർ വെലോസിറ്റി 2 ന്യൂ കോഡ്സ് ഉണ്ട്. 93145ഉം 93146ഉം ദാറ്റ് ഈസ് ഇൻട്രോഗേഷൻ ഡിവൈസ് ഇവാലുവേഷൻ വിത്തൗട്ട് പ്രോഗ്രാമിങ്ങും പിന്നെ വിത്ത് പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡിങ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ടോളറേറ്റഡ് തെറാപ്യൂട്ടിക് ലെവൽ സെറ്റ്. പിന്നെ 2 ആഡ് ഓൺ കോഡ് 93571, 572 ഇത് രണ്ടും റിവൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മെക്കാനിക്കൽ സ്കാൽപ്പ് കൂളിംഗ് സർവീസസിൽ മെഷീൻ ബേസ്ഡ് സ്കാൽപ്പ് കൂളിംഗ് ഇസ് യൂസ് ടു അഡ്രസ് കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് അലോപേഷ്യ. ടു റിപ്പോർട്ട് മെക്കാനിക്കൽ scalp cooling services, the device must be a medical device as defined by the FDA and ordered and performed by trained clinical staff under the supervision of a physician or other qualified healthcare professional. These devices are used in an office or facility setting and are not intended for office. സോ അവിടെ വന്നിട്ടുള്ള ന്യൂ കോഡ്സ് 3 ആണ്. 97007, 97008ഉം പിന്നെ ഒരു ആഡ് ഓൺ കോഡ് 97009. അപ്പോൾ 97007 എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്കാൽപ്പ് കൂളിംഗ് ഇൻക്ലൂഡിംഗ് ഇൻഡിവിജ്വൽ ക്യാബ് സപ്ലൈ വിത്ത് ഹെഡ് മെഷർമെൻറ്റ്, ഫിറ്റിംഗ് ആൻഡ് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. 97008 എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്കാൽപ്പ് കൂളിംഗ് ആണ് ഇൻക്ലൂഡിംഗ് ഹെയർ പ്രിപ്പറേഷൻ, ഇൻഡിവിജ്വൽ ക്യാബ് പ്ലേസ്മെൻറ്റ്, തെറാപ്പി ഇനീസിയേഷൻ ആൻഡ് പ്രീ കൂളിംഗ് പീരീഡ് ആണ്. ആഡ് ഓൺ കോഡ് വന്നിട്ടുള്ളത് 97009 പ്രൊവൈഡഡ് ആഫ്റ്റർ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് കീമോതെറാപ്പി ഈച്ച് 30 minutes ആണ്. കീമോതെറാപ്പിക്ക് ഡിസ്കണ്ടിന്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്നതിൻ്റെയൊക്കെ കോഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി റിമോട്ട് തെറാപ്യൂട്ടിക് മോണിറ്ററിംഗ് സർവീസസ് ആണ്. വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പോണൻറ്റ്സ് ഓഫ് വെർച്വൽ കെയർ ഇൻ ദി മെഡിസിൻ സെക്ഷൻ. 902812996007 ആണ് റേഞ്ച്. ദീസ് അപ്ഡേറ്റഡ് ഇൻക്ലൂഡ്സ്
3 new RTM supply codes, multiple revised descriptor and a new treatment management structure emphasizing real-time communication and specific monitoring day thresholds. RTM services allow providers to monitor therapy adherence, functional status and therapeutic response. അപ്പോൾ റിമോട്ട് തെറാപ്യൂട്ടിക് മോണിറ്ററിങ്ങിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ന്യൂ കോഡ്സ് ആണ് 98984, 98985 ആൻഡ് 986. അപ്പോൾ 984 എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി RTM ഡിവൈസ് അപ്ലൈ 2 to 15 days ആണ്. 985 മസ്കുലോസ്കെലിറ്റൽ RTM ഡിവൈസ് അപ്ലൈ 2 to 15 daysഉം 986 കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ആണ് പറഞ്ഞിട്ടുള്ളത്. 2 to 15 days ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം 2 to 15 daysലാണ് ഡിഫറൻസ് ഉണ്ട്. എവിടെയാണ് റെസ്പിറേറ്ററി ആണോ മസ്കുലോസ്കെലിറ്റൽ ആണോ കോഗ്നിറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട്. ദീസ് കനോട്ട് ബി ബിൽഡ് ഫോർ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഡേയ്സിന് 30 day പീരീഡാണ്. 2 ദിവസത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് ബില്ല് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റിവൈസ്ഡ് കോഡ്സ് നോക്കുകയാണെങ്കിൽ ന്യൂ 16 to 30 day റിപ്പോർട്ടിംഗ് വിൻഡോസ് വന്നിട്ടുണ്ട്. അതായത് കോഡ്സ് 98976, 98977 ആൻഡ് 98978 ആർ റിവൈസ് ടു സ്പെസിഫൈ 16 to 30 day. പ്രീവിയസ്ലി ഈച്ച് 30 days എന്നായിരുന്നു. അപ്പോൾ ദീസ് കോഡ്സ് കനോട്ട് ബി റിപ്പോർട്ടഡ് വിത്ത് അതർ ഫിസിയോളജിക് മോണിറ്ററിംഗ് കോഡ്സ് 99453, 454 ആൻഡ് 95250. ഇതിൻ്റെ കൂടെ ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. സോ 98976 റെസ്പിറേറ്ററി RTM ഡിവൈസ് അപ്ലൈ 16 to 30 days ആണ്. 977 മസ്കുലോസ്കെലിറ്റൽ RTM ഡിവൈസ് അപ്ലൈ 16 to 30 daysഉം 98978 കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ആണ് 16 to 30 days ആണ്. അപ്പം ഈ കോഡ്സ് ഒന്നും ഫിസിയോളജിക് മോണിറ്ററിംഗ് കോഡുകളുടെ കൂടെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇനി ന്യൂ ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കോഡ്. ദീസ് കോഡ്സ് നൗ എക്സ്പ്ലിസിറ്റ്ലി റിക്വയർ റിയൽ ടൈം ഇൻറ്ററാക്ഷൻ, ഫോൺ ഓർ ഓഡിയോ വീഡിയോ. ദിസ് മിറർ ദ ന്യൂ സ്ട്രക്ചർ ഫോർ ഫിസിയോളജിക് മോണിറ്ററിംഗ്. RPM കോഡ്സിൽ 99457 ഓർ 99458 മോണിറ്റർ അതിൻ്റെ കൂടെ മിറർ ചെയ്യുന്ന കോഡുകളാണ്. അപ്പോൾ റിയൽ ടൈം ഇൻറ്ററാക്ഷൻ വേണം. സോ 98979 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 10 minutes per calendar month റിക്വയറിങ് അറ്റ്ലീസ്റ്റ് 1 റിയൽ ടൈം ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതൊരു ന്യൂ കോഡാണ്. ഇനി 98980യും ആഡ് ഓൺ കോഡായ 98981ഉം റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 98980 ഫസ്റ്റ് 20 minutes ആണ്. പിന്നെ ഈച്ച് അഡീഷണൽ 20 minutesന് ആഡ് ഓൺ കോഡാണ് കൊടുക്കേണ്ടത്. ഇനി കാറ്റഗറി 3 കോഡ്സ് നോക്കിയാൽ നമുക്ക് 78 ന്യൂ കോഡ്സും 21 ഡിലീഷൻസും 4 റിവിഷൻസും ആണുള്ളത്. സോ ഇത് നമ്മൾ ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. So I hope the video is helpful. Thank you for watching. If you feel the video is helpful, please do like, share and subscribe. Also comment below if you have any suggestions. Thank you.